ഹായ്, സന്തോഷമായിരിക്കുന്നല്ലോ എല്ലാ കൂട്ടുകാർക്കും. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ചില കൂട്ടുകാരുണ്ട്, ചില സുഹൃത്തുക്കൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ പെട്ടെന്ന് വളരെയധികം തമാശ പറയുകയും സന്തോഷിക്കുകയും കൂടുതൽ എക്സ്ട്രോവേർട്ടായിട്ട് പെരുമാറുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അവരുടെ സ്വഭാവത്തിൽ പെട്ടെന്നൊരു മാറ്റം വരുന്നു. വളരെ വളരെ ഹാപ്പി ആയിരിക്കും. വളരെ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന എന്തോ ഉള്ളിലുണ്ട്. അത് വെളിയിൽ കാണിക്കാതിരിക്കാൻ വേണ്ടി അവരെ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് ശ്രദ്ധിക്കൂ. ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ രക്ഷിക്കാനായിട്ട് പറ്റും. ഏറ്റവും അടുത്ത സുഹൃത്തിന് നോക്കൂ, നമ്മുടെ ബന്ധുക്കൾ എന്ന് പറയുന്നവരെക്കാൾ കൂടുതൽ സുഹൃത്ത് ബന്ധത്തിനാണ് നമ്മെ രക്ഷിക്കാനായിട്ട് പറ്റുന്നത്. നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഓരോരുത്തരും മനസ്സ് തുറക്കും. പക്ഷേ സുഹൃത്തുക്കൾ നല്ലവരായിരിക്കണം. അതുപോലെ തന്നെ സെൽഫ്ലെസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. എന്തെങ്കിലും മറ്റുള്ളവരിൽ നിന്നും കേട്ട് ചുറ്റുമുള്ളവരോട് ഗോസിപ്പ് പറയുന്ന ആൾക്കാരായിരിക്കരുത്. അങ്ങനെയുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന ആൾക്കാരെ, അതായത് ഈ സന്തോഷം അഭിനയിച്ചുകൊണ്ട് എപ്പോഴും മറ്റുള്ളവരുടെ മുൻപിൽ ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞ് നടക്കുന്ന ഈ ജനങ്ങളെ ചിലപ്പോൾ അവരുടെ ഉള്ളിൽ എവിടെയോ ഒരു കോണിൽ അടക്കി വെച്ചിരിക്കുന്ന ഒരു വിഷമമുണ്ടാവും. അത് ചിലപ്പോൾ ചെറുപ്പക്കാരാണെങ്കിൽ ഏതെങ്കിലും പ്രണയിനിയോ അല്ലെങ്കിൽ കമിതാവ് തേച്ചിട്ട് പോയതും ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോബിൻ്റെയോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസോ ആവാം, ഇല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു ഡിസ്ഹാർമണി, എപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക്, ഇല്ലെങ്കിൽ മക്കൾ നേരെയല്ല, എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവർ നിങ്ങളോട്, ഒരു സുഹൃത്തിനോട് മാത്രമേ, ഏറ്റവും അടുത്ത സുഹൃത്തിനോട് മാത്രമേ അവർ പറയുകയുള്ളൂ. അത് അവർ പറയാൻ മടിക്കും. കാരണം അവരുടെ മനസ്സ് അങ്ങനെയാണ്. ഒരു പ്രത്യേക ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണതവർ. കാരണം അവർക്ക് അങ്ങനെ വെളിയിലേക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ കാണുമ്പോൾ അവർ സന്തോഷിക്കുന്നു, നല്ല സ്വഭാവം കാണിക്കുന്നു, എല്ലാ പണികളും നേരെ എടുക്കുന്നു, അവർക്കൊരു പ്രശ്നവുമില്ല. ചിലപ്പോൾ വളരെയധികം ആവശ്യമില്ലാതെ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ വളരെ പോസിറ്റീവാണെന്ന് വെളിയിലേക്ക് അവരുടെ ഉള്ളിലുള്ള ആ ടെൻഷൻ അവർ മനസ്സ് തന്നെ കൺവേർട്ട് ചെയ്ത് ഭയങ്കര സന്തോഷമായിട്ട്, അതിനെ യൂഫോറിയ എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അതായത് എനിക്ക് ഭയങ്കരമായിട്ട് നല്ലതാണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നുള്ള രീതിയിൽ അവർ മുന്നോട്ട് പോകാം. പക്ഷേ എൻ്റെ കൂട്ടുകാരെ, അതെപ്പോഴും ശാശ്വതമാകണമെന്നില്ല. ഒരു ദിവസം നിങ്ങൾ കേട്ടു എന്ന് വരും ചിലപ്പോൾ അവർ ആത്മഹത്യ ചെയ്തു എന്നോ, ഇല്ലെങ്കിൽ അവർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി എന്നോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇന്നലെ വരെ ചിരിച്ച് കളിച്ച് നടന്ന അവൻ എന്നോടൊന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ അവൾ എന്നോടൊന്നും പറഞ്ഞില്ല. അത് എന്തെങ്കിലും കാരണം നിങ്ങൾ ഒരു നിമിഷം അവരുടെ ആ ചിരിക്കിടയിൽ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുക. ആ കണ്ണുകളിൽ സന്താപം അല്ലെങ്കിൽ സങ്കടം നിങ്ങൾക്ക് കാണുവാൻ പറ്റുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ അവനെ ശ്രദ്ധിക്കുക. അവൻ തനിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവൾ തനിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പെരുമാറുന്നത്, ഇല്ലെങ്കിൽ അവളുടെ മുഖഭാവം എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ ആ മുഖഭാവത്തിനകത്ത് എന്തെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു സുഹൃത്തിന് മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വീണ്ടും പറഞ്ഞല്ലോ. ചിലപ്പോൾ റിലേറ്റീവ്സിന് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം അവരെന്നും കാണുന്ന ആളാണ്, അവരത്ര പ്രാധാന്യം നൽകില്ല. അച്ഛനും അമ്മയുമാണെങ്കിലും ഭാര്യയും ഭർത്താവുമാണെങ്കിലും മക്കളാണെങ്കിലും ഒന്നും ചിലപ്പോൾ അവരെ അധികം ഗൗനിച്ചു എന്ന് വരില്ല. പക്ഷേ സുഹൃത്തുക്കളാവുമ്പോൾ വളരെ നെഞ്ചോട് ചേരുന്ന സുഹൃത്തുക്കൾ, അതായത് അത്രയധികം ബന്ധമുള്ള സുഹൃത്തുക്കളാവുമ്പോൾ അവരെ നമുക്ക് തിരിച്ചറിയാം. കാരണം അവരുടെ നിത്യമായിട്ടുള്ള പെരുമാറ്റത്തിൽ നിന്നും എന്തെങ്കിലും മാറ്റം വരുന്നു. ഇപ്പോഴവൻ കൂടുതൽ സന്തോഷവാനാണ്, സന്തുഷ്ടനാണ്, എങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു നിമിഷം ഒന്ന് അവനെ അടുത്ത് വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ അവളെ അടുത്ത് വിളിച്ച് സംസാരിക്കുക. പറ്റുമെങ്കിൽ തോളിലൂടെ കൈയിട്ട് ആ സുഹൃത്തിനെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുക, എന്താടാ നിൻ്റെ പ്രശ്നം, എന്നോട് പറ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. ആ ഒരു വാക്ക് ചിലപ്പോൾ അവൻ്റെ ഹൃദയത്തിലേക്ക് പതിച്ചു എന്നിരിക്കാം. ചിലപ്പോൾ അവൻ മനസ്സ് തുറക്കും. ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറും. ഒരു പ്രശ്നവും ഇല്ലടാ, ഇല്ലെങ്കിൽ ഒന്നൊരു പ്രശ്നവും ഇല്ലടി, എനിക്കൊരു കുഴപ്പവും ഇല്ല. പക്ഷേ കുറേ നമ്മൾ അവരെ സ്നേഹപൂർവ്വം അടുപ്പിക്കുമ്പോൾ അവരാ പ്രശ്നങ്ങൾ തുറന്നു പറയും. അങ്ങനെ വരുമ്പോൾ അവരെ ചിലപ്പോൾ ഒരു ആത്മഹത്യയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് രക്ഷിക്കാനായിട്ട് സാധിച്ചു തന്നിരിക്കും. ഇങ്ങനെയുള്ള എക്സാമ്പിൾസാണ് ഇപ്പോൾ നടക്കുന്ന ആത്മഹത്യയിൽ പലതും ഇപ്പോൾ കാണുന്ന കാര്യങ്ങൾ. കാരണം എല്ലാവരും പറയുന്നത് അവൻ നല്ല കുട്ടിയായിരുന്നു, അല്ലെങ്കിൽ അവൾ നല്ല കുട്ടിയായിരുന്നു, അവൾക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവൾ മുകളിൽ നിന്നും ഉയരങ്ങളിൽ നിന്ന് ചാടി, അല്ലെങ്കിൽ ഒരു ആറ്റിലേക്ക് ചാടി, ഇല്ലെങ്കിൽ വിഷം കഴിച്ച് മരിച്ചു, അല്ലെങ്കിൽ സ്വയം അഗ്നിക്കിരയായി, ഇങ്ങനെയൊക്കെ. പക്ഷെ അവിടെ
ഒരു ചെറിയ ശ്രദ്ധക്കുറവ് വന്നു. അതിന് തൊട്ട് മുന്നിലുള്ള ഒരു നിമിഷം അവളുടെ മനസ്സ് മനസ്സിലാക്കാനുള്ള ഒരു നല്ല സുഹൃത്ത് അവൾക്കില്ലാതെ പോയി. അതാണ് പ്രശ്നം. മനുഷ്യനല്ലേ, മനുഷ്യൻ്റെ മനസ്സിനകത്ത് കാട് പിടിച്ച് കിടക്കുന്നതാണ്. വന്യമൃഗങ്ങൾ ഒത്തിരി ഉണ്ട്. അവയെ വേട്ടയാടുന്ന ഭഗവാനെ നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചാൽ പോലും ചിലർക്ക് അതുകൊണ്ട് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ആ മനസ്സിനകത്തുള്ള ആ വേട്ടമൃഗത്തിനെ വേട്ടയാടി പിടിക്കുന്നതിന് പറ്റുന്ന ദേവൻ അല്ലെങ്കിൽ ദേവതയാണ് ഏറ്റവും അടുത്ത സുഹൃത്ത്. ഇതൊന്ന് മനസ്സിൽ വെച്ചോളൂ.